ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. അതിലൊന്ന്, അമേരിക്ക ഇന്ത്യയുടെ ഫർണിച്ചർ മേഖലയിൽ താരിഫ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മുന്നറിയിപ്പില്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലുള്ള പോളിസി 232 അണ്ടറിൽ ആ ഒരു സെക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ റിഡക്ഷൻ തന്നിരിക്കുന്നത്. ഈ 232 എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ പോളിസി എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് പ്രസിഡന്റിന് ഏത് നേരത്തും എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു പോളിസിയാണ്. അപ്പം അതായത് രാജ്യത്തിന്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രസിഡന്റിന് ഈ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഫർണിച്ചറുകളുടെ മേളിൽ എന്തുകൊണ്ടാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു താരിഫ് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം അമേരിക്കയ്ക്കുള്ളിൽ ഉണ്ടായത്? ഈ താരിഫ് കൊണ്ടുവന്ന സമയം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് നാളൊന്നും ഈ താരിഫിന്റെ നാടകം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം ചൈനയെ പോലെ അമേരിക്കയെ എതിർത്ത് അമേരിക്കയ്ക്ക് പകരത്തിന് പകരം താരിഫ് ഇങ്ങനെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ രാജ്യമല്ല. അപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യുന്നത്? ഇന്ത്യ പകരത്തിന് അമേരിക്കയ്ക്ക് താരിഫ് ഇട്ട് അവരോട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ഇന്ത്യ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ രാജ്യത്ത് ഇപ്പോൾ എനിക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾ ഞങ്ങളുടെ താരിഫ് ഉയർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ എക്സ്പോർട്ട് വൈഡനിങ് ചെയ്യുന്നു. അമേരിക്ക എന്ന് പറഞ്ഞ ഒറ്റ മാർക്കറ്റിനെ വിട്ടിട്ട് നമ്മൾ പല മാർക്കറ്റുകൾ തിരയുന്നു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് അമേരിക്ക വിചാരിച്ചിരുന്നു ഇന്ത്യ നമുക്കെതിരെ താരിഫ് ഒന്നും ഇടുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വളരെ എളുപ്പത്തിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് വരുതിക്ക് വരുത്താമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതേസമയം ഇന്ത്യ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജിക് മൂവാണ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബിസിനസ് എക്സ്പാൻഷൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടീഷനും ഇല്ലാണ്ട് അമേരിക്കയ്ക്ക് ഒരു രീതിയിലുള്ള സമ്മർദ്ദമോ ആ വിഷയത്തിൽ ഇന്ത്യക്ക് മേളിൽ തരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ കൂടുതൽ ഇന്ത്യയുടെ ബിസിനസ് മേഖലകൾ, ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് ഇൻഡസ്ട്രി വികസിപ്പിച്ചുകൊണ്ടേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം ഗുണം ചെയ്തെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫർണിച്ചർ, അതേപോലെ അപ്പോൾസ്ട്രി. ഈ അപ്പോൾസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഈ സോഫയുമായിട്ട് ബന്ധപ്പെട്ട സോഫ, കുഷൻ, അങ്ങനത്തെ ഈ ഒരു ബെഡ് മാട്രസ്, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അപ്പം അതൊരു സൈഡിൽ. അതിലുപരിയായിട്ട് കിച്ചൺ ക്യാബിനറ്റ് എവിടെയാണ്? കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ എവിടെയാണ് വരുന്നത്? ഇന്റീരിയർ ഐറ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇത്, അതായത് വീട് നിർമ്മിക്കുമ്പോൾ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ടെമ്പററി ഷെൽട്ടർ ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ നിർമ്മിക്കുന്ന ആ നിർമ്മാണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ കിച്ചൺ ക്യാബിനറ്റും കാര്യങ്ങളൊക്കെ. ഇതേപോലത്തെ ഫർണിച്ചർ മേഖല. അപ്പോൾ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഇത് ഏതാണ്ട് ഈ ഫർണിച്ചറും അപ്പോൾസ്ട്രിയും കൂടെ ചേർത്ത് ഏതാണ്ട് 6 ബില്യൺ വർത്ത് വരുന്ന, 6.5 ബില്യൺ വർത്ത് വരുന്ന ഇൻഡസ്ട്രിയാണ് ഈ ഫർണിച്ചർ മേഖല, ഇന്ത്യൻ ഫർണിച്ചർ മേഖല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യക്കുണ്ടായ നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം 50% ഇൻക്ലൂഡിംഗ് പുനറ്റീവ് താരിഫ് ഉൾപ്പെടെ. അപ്പോൾ അതിനെ ഇപ്പം ആ 50% പുനറ്റീവ് താരിഫൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 10 മുതൽ 25%, അതായത് ഈ ഫർണിച്ചറുകളിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയുടെ ബേസ് ലൈൻ താരിഫ് 10%, അതിലുപരിയായിട്ട് അതിൻ്റെ ലക്ഷറി മോഡ് അനുസരിച്ച് അതിൽ 10%, 25% ആയിട്ടും ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അപ്പം 10 to 25 ഉള്ളിൽ ഇന്ത്യയുടെ ഫർണിച്ചറിന്റെ താരിഫ് നിൽക്കും. അതിൽ മെജോറിറ്റി കാറ്റഗറി എല്ലാം തന്നെ 10 to 15% ഉള്ളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമുക്ക് അമേരിക്കയുടെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഉണ്ട്. അവരൊക്കെ ചെറിയ രീതിയിൽ ഇതിനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. കാരണം അതായത് ഇന്ത്യ അമേരിക്കയോട് കച്ചവടം ചെയ്ത് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നു എന്ന് പറഞ്ഞ ഒരു പിക്ചറൊക്കെ, ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പിക്ചറൊക്കെ അമേരിക്കയുടെ ഉള്ളിൽ ഒരു 50% ആൾക്കാരുടെ ഇടയിലെങ്കിലും ഈ ഒരു തോട്ട് പ്രോസസ് ഇട്ട് കൊടുത്തത് ട്രംപാണ്. ഏത് രാജ്യമാണ് കച്ചവടം നടത്തുന്നത് ഏത് രാജ്യമാണ് കച്ചവടം ചെയ്യുന്നത് ലാഭമില്ലാത്ത രീതിയിൽ? കച്ചവടം ചെയ്യുന്നത് തന്നെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് അമേരിക്കയുമായിട്ട് കച്ചവടം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഡോളർ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ മൂല്യമുള്ള ഒരു കറൻസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും ഡെഫിസിറ്റ് കൂടുതലുണ്ടാകുന്നത്. കാരണം മറ്റുള്ള കറൻസികളുടെ വാല്യൂ ഒക്കെ വളരെ കുറവാണ്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. റുപ്പി എക്കണോമിയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു സാധനം തീർച്ചയായിട്ടും അമേരിക്കയിലെ ഡോളർ ബേസ് എക്കോണമിയിൽ വിൽക്കുമ്പോഴത്തേക്കും നല്ല ലാഭം കിട്ടും. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതിനെ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റും ഞങ്ങൾക്ക് കുറവാണ്. പക്ഷെ അതേസമയം അമേരിക്കയുടെ ഉള്ളിലാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കുന്നുണ്ട്. അവിടെ ഒരു എംപ്ലോയി വെച്ച് സാലറി കൊടുക്കണമെങ്കിൽ അത് ഡോളറിൽ തന്നെ കൊടുക്കണം. അപ്പോൾ അത് അവിടുത്തെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് സാഹചര്യം. അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ 232 എന്ന് പറഞ്ഞ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു താരിഫ് റിഡക്ഷൻ ഫർണിച്ചർ മേഖലയിൽ കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ മുഖം രക്ഷിക്കാനാണ്. അതായത് അവിടുത്തെ ഫർണിച്ചർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇത് ഡിഫൻസ് മേഖലയിൽ ഒരുപാട് സോൾജേഴ്സിനെ റീലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫർണിച്ചറൊക്കെ ഒരുപാട് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പോളിസി അപ്ലൈ ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു താരിഫ് കട്ട് കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഡിഫൻസുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഈ ഫർണിച്ചർ എന്ന് പറഞ്ഞ ഐറ്റം ഹൗസ് ഹോൾഡ് ഐറ്റത്തിൽ വരുന്നതാണ്. അതിനെയാണ് ഈ ഒരു ഡിഫൻസ് പാക്ട് വെച്ചിട്ട്, ഈ ഒരു 232 പോളിസി വെച്ചിട്ട് ട്രംപ് മുഖം രക്ഷിക്കൽ നാടകം നടത്തിക്കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള താരിഫ് യുദ്ധത്തിൽ തോൽവിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് മാത്രമല്ല, മെഡിസിൻ മേഖലയിൽ നിങ്ങൾ നോക്കൂ. മെഡിസിൻ മേഖലയിൽ ജനറിക് മെഡിസിൻസിന് എല്ലാം തന്നെ താരിഫ് ഇല്ല. ബ്രാൻഡഡ് മെഡിസിൻസിന് മാത്രമേ താരിഫ് ഉള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ യൂറോപ്പ് മേഖലയിൽ, അയർലാൻഡ് മേഖലയിലൊക്കെ ഇന്ത്യ ജനറിക് മെഡിസിൻസ് അയച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ റീബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട്.
അതായത് ഇന്ത്യയിലെ ജനറിക് മെഡിസിൻസ് വാങ്ങി അവരുടെ ബ്രാൻഡിൽ അത് അമേരിക്കയുടെ ഉള്ളിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കമ്പനികൾ, അതായത് ഇത്തവണ പീയൂഷ് ഗോയൽ പോയി അമേരിക്കയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് സംസാരിച്ച സമയത്ത് യൂറോപ്പ് മേഖലയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ജനറിക് മെഡിസിൻ കൂടി അമേരിക്കയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരണം എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ യൂറോപ്യൻ മേഖലയിലുള്ള ഈ ഒരു ബ്രാൻഡഡ് കമ്പനികളുടെ മേലുള്ള താരിഫ് അത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും വലിയ രീതിയിലുള്ള ഒരു ഇടിവ് അവിടെ രേഖപ്പെടുത്തില്ല. വരും മാസങ്ങളിൽ നിങ്ങൾ നോക്കിക്കോളൂ, അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് കൂടും, അത് ഉറപ്പാണ്. കാരണം ജനറിക് മെഡിസിൻസിന് താരിഫില്ല. അതുകൂടാതെ ഇന്ത്യ ബ്രാൻഡഡ് മെഡിസിൻസിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്ന ജനറിക് മെഡിസിൻസ് കൂടി അമേരിക്കയ്ക്ക് നേരിട്ട് അയച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ എത്രമാത്രം ഇന്ത്യ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി വളരെ സേഫ് ആയിട്ട് തന്നെയാണ് ഇന്ത്യ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതേപോലെ ഗുജറാത്ത് മേഖലയിലാണെങ്കിൽ ജെംസ് ആൻഡ് ജ്വൽസ് അതുമായിട്ട് ബന്ധപ്പെട്ട് റീ എക്സ്പോർട്ടിംഗ് ആണ് അമേരിക്കയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഷ്രിമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മത്സ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചെമ്മീൻ ഉൾപ്പെടെയുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചൈന അതേപോലെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ അവരാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങോട്ട് എക്സ്പോർട്ട് ഈ മാസം കൂടുതലായിട്ട് സർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വ്യാപാരം എന്ന് പറയുന്നത് ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ മറ്റു മാർഗങ്ങൾ നമ്മൾ തേടും, മറ്റുള്ള വാതിലുകൾ തുറക്കും, ഉറപ്പാണ്. എന്താണ് ചർച്ചയാവുന്നത്? ഓൺലി നെഗോസിയേഷൻ. എത്ര പ്രൈസ്, അവിടെ മാത്രമേ ഉള്ളൂ പ്രശ്നം. ആ പ്രൈസ് ഓക്കെ ആണെങ്കിൽ ഏത് രാജ്യവും സാധനം മേടിക്കും. അപ്പം നമ്മൾ അമേരിക്കയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ലാഭം ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ എന്നാലും നമ്മൾക്ക് നഷ്ടമില്ലാത്ത കച്ചവടം നടക്കും. അതാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഈ അമേരിക്ക ഇപ്പോൾ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ മുന്നിൽ മുട്ടുകുത്തുന്ന ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇനി തുടരെ നോക്കിക്കോളൂ. പല സാധനങ്ങൾക്കും അമേരിക്ക ഇൻഡിവിജ്വലായിട്ട് ഏതൊക്കെ സാധനങ്ങൾക്കാണ് ഷോർട്ടേജ് ഉള്ളത് ആ സാധനങ്ങളെല്ലാം അമേരിക്ക തെരഞ്ഞുപിടിച്ച് താരിഫ് കുറച്ച് കൊണ്ടുവരും. അപ്പം അങ്ങനെ ഓരോ ഐറ്റംസും ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും ശരിക്കും ഇന്ത്യയുടെ മുകളിലുള്ള താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തൊരവസ്ഥയായി മാറിത്തീരും. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെഗോസിയേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അല്ലാതെ തന്നെ ട്രംപ് കുറയ്ക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒന്നാമത് ഗവൺമെന്റ് ഷട്ട് ഡൗണും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് സാധനങ്ങൾ എവിടെ നിന്ന് മേടിക്കാൻ പറ്റും എന്നുള്ള തെരച്ചിലാണ് അമേരിക്ക ഇപ്പം. അപ്പോൾ അതിനോടൊപ്പം ഈ താരിഫും കൂടി അമേരിക്കൻ ജനങ്ങൾ അഥവാ അമേരിക്കൻ കച്ചവടക്കാർക്കും അമേരിക്കൻ പൊതുജനങ്ങളുടെയും മേളിലെടുത്ത് വെക്കണോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ ഗുരുതരമായി ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് ട്രംപ് ഇങ്ങനെ 232 ഡിഫൻസ് പോളിസിയൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് താരിഫ് കുറച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഈ 232 ഒക്കെ അപ്ലൈ ചെയ്യുന്നത് മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഓപ്പൺ ആയിട്ട് ഞാൻ ഇന്ത്യക്കെതിരെ ഫർണിച്ചർ മേഖലയിൽ താരിഫ് കുറയ്ക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാവില്ലേ പുള്ളിക്കാരന്? അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Funds raised by Indian industry from the banks, non-banks, capital markets, commercial paper issuance, the average growth rate in the last 6 years is 28.5% per annum, year after year. So in other words, growth in bank credit is not the only parameter of lending appetite or borrowing appetite or investment. Overall, resource mobilized in the economy has been growing at a very, very good rate in the last 6 years, which is also a sign of a healthy economy, by the way. Now, this is where I think all of us are worried about, and I will take some time to talk about the tariff here. Yes, not only the original reciprocal tariff of 25% plus the penal tariff of 25%, both were not anticipated. I still believe that geopolitical circumstances may have led to the second 25% tariff, but considering recent developments in the last couple of weeks and so on, I do believe, I have no particular basis to say so, just my intuition, that the penal tariff will not be there beyond November 30th. I mean, it's not a statement of based on any concrete indicator or evidence. It's my hope that given the recent developments which we see in terms of both countries finding an off-ramp and reaching out to each other, and including the important negotiator being India in the first 2 days of this week, I do believe that there will be a resolution in the next couple of months on the penal tariff and hopefully on the reciprocal tariff also. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.